നമസ്കാരം. 2013 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ആരാണ് എന്നായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി ഷീല ദീക്ഷിതിന്റെ പരിഹാസം. വോട്ടെണ്ണുന്ന ദിവസം അവർക്കതിന് മറുപടി കിട്ടി. 15 വർഷം ഡൽഹി ഭരിച്ച ഷീല ദീക്ഷിതിന്റെ കസേര തെറിച്ചു. കോൺഗ്രസിന്റെ കരുത്തിയായ മുഖ്യമന്ത്രിയെ അവരുടെ മണ്ഡലത്തിൽ തറ പറ്റിച്ചുകൊണ്ടായിരുന്നു കേജ്രിവാളിന്റെയും AAPയുടെയും തിരഞ്ഞെടുപ്പ് അരങ്ങേറ്റം. അഴിമതിക്കഥകൾ കേട്ടുമടുത്ത മാറ്റം കൊതിക്കുന്ന ജനതയ്ക്ക് പ്രതീക്ഷാ നിർഭരമായ ഒരു ക്രിസ്മസ് സന്ദേശത്തോടെയാണ് 2013 രാജ്യത്ത് ആ പുതുചരിത്രം പിറന്നത്. രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്ത ആം ആദ്മി പാർട്ടി അതേ വർഷം രാജ്യ തലസ്ഥാനത്തിന്റെ അധികാരത്തിലേറി. ജനവിധി വളരെ വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. പിന്നീടങ്ങോട്ട് ഡൽഹിയിൽ ആപ്പിന്റെ നാളുകളായിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ കൂടിയുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഡൽഹി മോഡൽ അവതരിപ്പിക്കാൻ ആപ്പിന് കഴിഞ്ഞു. അഴിമതിക്കെതിരായ പോരാട്ടം ഉയർത്തിക്കാട്ടി രാജ്യ തലസ്ഥാനത്ത് 3 തവണ അധികാരത്തിലേറിയ അരവിന്ദ് കെജ്രിവാളിനും ആപ്പിനും 4ാം തവണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ടി വന്നത് തങ്ങൾ നേരിടുന്ന അഴിമതി ആരോപണങ്ങളെ പ്രതിരോധിച്ചും വിശദീകരണം നൽകിക്കൊണ്ടുമായിരുന്നു. രാജ്യത്ത് പടർന്നു പിടിച്ചിരുന്ന അഴിമതി തൂത്തെടുക്കാൻ ചൂലുമായി എത്തിയ AAPയും കെജ്രിവാളും 12 വർഷങ്ങൾക്ക് ശേഷം അഴിമതിയുടെ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ ഈ വിജയത്തിന് താൻ BJPയെ അഭിനന്ദിക്കുന്നു എന്നാണ് കേജ്രിവാൾ ഇപ്പോൾ പ്രതികരിക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും BJP നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡൽഹി തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ കേജ്രിവാൾ പറയുന്നു. BJP നേതാവ് പർവേഷ് വർമ്മയാണ് കേജ്രിവാളിനെതിരെ അട്ടിമറി വിജയം നേടിയത്. 4089 വോട്ടുകൾക്കായിരുന്നു ഡൽഹി മുൻ മുഖ്യമന്ത്രി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തകർച്ചയാണ് AAP നേരിടേണ്ടി വന്നത്. 70 സീറ്റുകളിൽ 23 ഇടത്ത് മാത്രമാണ് AAP ലീഡ് ചെയ്യുന്നത്.